കെട്ടിക്കോ കാർത്തിക. നമുക്ക് നല്ലൊരു ബേബി ഉണ്ടാവണം. ശരി അഖിൽ. തൊട്ടില് കെട്ടിയ എന്ത് ആപത്തുണ്ടാകുമെന്ന് അറിയില്ല. കെട്ടിയില്ലെങ്കിൽ അഖിലിന് ദേഷ്യം വരും. ചെല്ല കാർത്തിക, പോയി കെട്ട. സൂക്ഷിച്ച് കെട്ട്. അഖിൽ, നിനക്ക് കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങോട്ട് മാറിപ്പോയി സംസാരിക്കേ. ഞാൻ കാർത്തിയെ കൊണ്ട് തൊട്ടിൽ കെട്ടിച്ചോളാം. ചെല്ലേ. ശരി. ഹലോ. ആ പറഞ്ഞോ. എന്റെ അമ്മോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആന്റി? ഈ തൊട്ടിലെടുത്ത് സൈഡിൽ വെച്ചിട്ട് കെട്ടിയിരിക്കുന്ന ഒരു തൊട്ടിലിനെ കെട്ടുന്ന പോലെ അഭിനയിക്കേ. വേഗം ചെല്ല് ചെല്ല്. കാർത്തിക, നീ തൊട്ടിൽ കെട്ടിയായിരുന്നോ? ആ ദാ കെട്ടിക്കഴിഞ്ഞല്ലോ. ഞാൻ തന്നെ അടുത്തുനിന്ന് കെട്ടിച്ചതാ. നമുക്ക് നല്ലൊരു ബേബിയെ കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോ, നന്നായി പ്രാർത്ഥിച്ചോ. ശരി, വന്നേ. പൂജ കഴിഞ്ഞല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോ. വാ വാ വാ. വാ. ദേവി, ഞാനിപ്പോ ഒരു അമ്മയാകാൻ പോവുക. ഈ കാര്യം എന്റെ ഭർത്താവിനോ അമ്മായിക്കോ അമ്മാവനോ അറിയില്ല. എനിക്ക് കുഞ്ഞുണ്ടാവുന്നത് അമ്മായിക്ക് ഇഷ്ടമല്ല. പക്ഷെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കുഞ്ഞിന് യാതൊരുവിധ ആപത്തും ഉണ്ടാകാതെ ദേവി തന്നെ രക്ഷിക്കണം.
എന്താ ഇത്? ഇത് കാർത്തികയ്ക്ക് പൂജാരി കൊടുത്ത തൊട്ടിലല്ലേ? ഇതെന്താ ഇങ്ങനെ താഴെ വെച്ചിരിക്കുന്ന? അപ്പോ കാർത്തിക തൊട്ടില് കെട്ടിയില്ലേ? അതോ കെട്ടിയ തൊട്ടില് മുറിഞ്ഞ് താഴെ വീണതാണോ? ഞാനിത് കെട്ടിയ കുഴപ്പമാവോ? മോളെ വസു, ഇവിടെ എന്താ ചെയ്യുന്നേ? അത് മരം വലം വെച്ചിട്ട് പോകാന്ന് കരുതി വന്നതാ അമ്മ. ഇത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് വരം കൊടുക്കുന്ന മരമാ. നിനക്കിവിടെ കാര്യമൊന്നുമില്ല. അവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ പോകാം. കാർത്തികയുടെ തൊട്ടിലിനെ കുറിച്ച് അമ്മയോട് പറയണോ വേണ്ടയോ? പറഞ്ഞോ അമ്മ കാർത്തികയെ വഴക്ക് പറഞ്ഞാലോ? വേണ്ട. എനിക്കറിയാം ഉണ്ണി. കറക്റ്റ് സമയത്ത് നീ അമ്പലത്തിലേക്ക് രുദ്രാക്ഷമാല കൊണ്ടുവന്നത് കൊണ്ട് എല്ലാം നന്നായി നടന്നു. ഇല്ലായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. പൂജ മുടങ്ങിപ്പോയേനെ. ആ ദൈവം നിന്നെ അങ്ങോട്ടേക്ക് അയച്ചത്. ഞാനുള്ളപ്പോ അമ്മയെ വഴക്ക് പറയാൻ മുത്തശ്ശി അമ്മമ്മയെ ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഉണ്ണി, അത് തന്നെ അമ്മേ. എങ്ങനെയെങ്കിലും അമ്പലത്തിലേക്ക് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ദൈവത്തിനടുത്തേക്ക് പോയി പ്രാർത്ഥിച്ചതാ. അമ്മ പറഞ്ഞതുപോലെ ദൈവം തന്നെ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പിന്നെ തടസ്സമില്ലാതെ പൂജ നടത്തിയത്. സത്യം ഉണ്ണി, നീ മാലയായിട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ അമ്മയും ഇളയമയും എന്നെ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. അല്ലെങ്കിലേ എന്നോട് ദേഷ്യമായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് എന്നോട് ഇനിയും ദേഷ്യം കൂടിയനെ. നീയാ എന്നെ രക്ഷിച്ചത്. ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ അമ്മ ഇത്രയൊക്കെ തവണ എന്നോട് നന്ദി പറയുന്നേ? ഞാനമ്മയുടെ മോനല്ലേ. അമ്മയ്ക്ക് വേണ്ടി എന്ത് വേണേലും ഞാൻ ചെയ്യും. അമ്മയെ നന്നായിട്ട് നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? അല്ല, എനിക്കൊരു കാര്യം പിടികിട്ടുന്നേ ഇല്ല ഉണ്ണി. ഞാൻ കുടത്തിനുള്ളിൽ വെച്ച രുദ്രാക്ഷമാല ദൈവത്തിന്റെ ഫോട്ടോയ്ക്ക് പിന്നിൽ എങ്ങനെയാ വന്നത്? അതെങ്ങനെയാന്ന് വെച്ചാ, സുമംഗലി അമ്മമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് മുത്തശ്ശിയുടെ വഴക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ശ്രദ്ധിക്കാതിരുന്നപ്പോ കുടത്തിൽ വെച്ചിരുന്ന മാല എടുത്ത് ദൈവത്തിന്റെ ഫോട്ടോയ്ക്ക് പുറകിൽ ഒളിപ്പിച്ചു വെച്ചതാ. അതുമാത്രമല്ല, ഞാൻ അമ്പലത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന പൂജാ തട്ട് എന്റെ കാല് തട്ടി നിലത്ത് വീഴ്ത്തിച്ചതാ. സാരമില്ല ഉണ്ണി. ഇളയമ നമ്മളെ വേദനിപ്പിക്കാൻ നോക്കിയെങ്കിലും നമുക്ക് നല്ലതല്ലേ സംഭവിച്ചുള്ളൂ. എനിക്ക് അമ്മയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് അമ്മേ. അമ്പലത്തിൽ വെച്ച് അമ്മയും വല്യമ്മയും ചേർന്ന് നൈവേദ്യം ഉണ്ടാക്കുകയായിരുന്നില്ലേ? നിങ്ങൾ വിറകെടുക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് പോയ സമയത്ത് അമ്മുമ്മയും കാർത്തിക ചെറിയമ്മയും ചേർന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നൈവേദ്യം കറുപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ കരിപ്പൊടിയും ചേർത്തായിരുന്നു.
സത്യമാണോ? അവരുടെ പ്ലാൻ ഞാൻ ഒളിച്ചു കേട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നൈവേദ്യ പാത്രം മാറ്റിയായിരുന്നു. അവര് കരിപ്പൊടി കലക്കിയ പാത്രം ഞാനെടുത്ത് ഒളിച്ചു വെച്ചു. അങ്ങനെ നൈവേദ്യവും ഞാൻ സേഫാക്കി. കാർത്തികയെ ഞാൻ ഇത്രയൊക്കെ സഹായിച്ചിട്ടും ഇളയമ്മയോടൊപ്പം ചേർന്ന് എന്നെ മോശക്കാരിയാക്കുക അവള്. അമ്മമ്മയ്ക്ക് അമ്മയുടെ സ്റ്റൈലിൽ ഒരു തവണ കൂടി വാണിംഗ് കൊടുക്കണം അമ്മേ. ഇല്ലെങ്കില് ചെറിയമ്മയോടൊപ്പം ചേർന്ന് ഇനിയും അമ്മയെ മോശക്കാരിയാക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഇളയമ്മയ്ക്കും കാർത്തികയ്ക്കും 2 പേർക്കും വാണിംഗ് കൊടുക്കണം. ആ, ശരി ഉണ്ണി, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്ന് നീ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ അമ്മേ. അമ്മേ, ഇത്രയും ചെറിയ ഷർട്ട് ആരുടേതാ? ഇതാരുടെയാന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. പക്ഷെ ഈ വീട്ടില് ഇത്രയും ചെറിയ ഷർട്ട് ഇടുന്ന വേറെ ആരും ഇല്ലല്ലോ അമ്മേ. ഒരാളുണ്ട്. ആരാ അമ്മേ? നിന്റെ അച്ഛൻ. ആ? ഇത് അച്ഛന്റെ ഷർട്ടോ? അതെ, നിന്റെ അച്ഛന്റെ കുട്ടിക്കാലത്തെ ഷർട്ടാ. വളരെ നന്നായിട്ടുണ്ട് അമ്മേ. പക്ഷേ എനിക്കിതിപ്പോ ഇടാൻ കഴിയില്ലല്ലോ. കുറച്ചുകൂടി വലിയ ഷർട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇടാൻ നോക്കായിരുന്നു. എനിക്കൊരു ചെറിയ അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അവൻ ഇട്ടു കൊടുക്കായിരുന്നു, അല്ലേ അമ്മേ? പക്ഷെ എനിക്ക് 2 അനിയത്തിമാരല്ലേ ഉള്ളൂ. അനിയനില്ലല്ലോ. ഒരു ചെറിയ അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? എന്തോ എത്രയും വേഗം തന്നെ നിനക്ക് ഒരു അനിയൻ വരുമായിരിക്കും. ആ? അമ്മ എന്താ പറഞ്ഞേ? അനിയൻ വരുമെന്നോ? എപ്പോഴാ വരുന്നേ? അത് അത് നീ ഒരു അനിയനെ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നോക്കാം, ശരിക്കും നിനക്കൊരു അനിയൻ വരുമോ എന്തോ. ശരിക്കും ഒരു അനിയൻ വേണം അമ്മേ. അവൻ വന്നാ ഞാനും അനുവും കീർത്തിയും ചേർന്ന് അവനോടൊപ്പം ഹാപ്പി ആയിട്ട് കളിക്കുമല്ലോ. അവനെ ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം അമ്മേ. ശരി, നീ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയല്ലേ? പോയി ഫ്രഷ് ആയിട്ട് വാ, ഭക്ഷണം എടുത്തു വെക്കാം. ഓക്കെ അമ്മേ. ഓക്കെ. ഒരു ആൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അവൻ അവന്റെ അച്ഛന്റെ കുട്ടിക്കാലത്തെ ഷർട്ട് ധരിപ്പിക്കണം. ആ ഷർട്ടിട്ട് ആ കുഞ്ഞിനെ കാണുമ്പോ ഏട്ടന് ഒരുപാട് സന്തോഷിക്കും. അമ്പലത്തില് പൂജ നടക്കുമ്പോ വസുവേട്ടത്തെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേറെ എന്തൊക്കെയോ സംഭവിച്ചു. എല്ലാം എന്റെ ബാഡ് ലക്ക്. കാര്യങ്ങൾ വസുവേട്ടത്തേക്ക് അനുകൂലം. കാർത്തിക, നിനക്ക് വേണ്ടി ഞാൻ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കഴിക്കേ. എനിക്ക് ഫ്രൂട്ട്സും സ്വീറ്റ്സും വാങ്ങുന്നതല്ലാതെ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്തു പറ്റി കാർത്തിക? എന്നോട് നിനക്ക് കുറച്ചെങ്കിലും സ്നേഹമുണ്ടോ? അതോ സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുകയാണോ? അഭിനയിക്കുന്നവനായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും കെട്ടില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്തു? എനിക്ക് എപ്പോഴെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ? ഒരു നെക്ലസോ ചെയിനോ വാങ്ങി തന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു നല്ല സാരിയെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും അല്ല.
അപ്പോഴത്തെ കാര്യം പോട്ടെ, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാവും. ഞാൻ വാ തുറന്ന് ചോദിക്കുന്നത് വരെ എനിക്കൊന്നും വാങ്ങിത്തരില്ലേ? ഇപ്പൊ എന്താ, നിനക്ക് ഷോപ്പിംഗ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ? നാളെ തന്നെ പോവാം. വെറും കൈയോടെ എങ്ങനെ ഷോപ്പിങ്ങിന് പോവും? വെറും കൈയോടെ ആരെങ്കിലും ഷോപ്പിങ്ങിന് പോവോ? ബ്യൂറോയിൽ കാശ് ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ട് വരാം. എന്തു പറ്റിയടി? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അഖിലിനെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യിപ്പിക്കണം. അവൻ നമ്മൾ പറയുന്നൊന്നും കേക്കില്ലടി. ചൂടായിരിക്കുമ്പോഴേ ഇരുമ്പ് വളയ്ക്കാൻ പറ്റുമെന്ന് പറയാറില്ലേ? ഇപ്പോ അഖിൽ എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ എന്തു പറഞ്ഞാലും അഖിൽ കേൾക്കും. കറക്റ്റാ, നീ പറഞ്ഞത് ശരിയാ. ഗർഭിണിയായിരിക്കുന്ന ഒരു ഭാര്യ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ട ഒരു ഭർത്താവും വേണ്ടാന്ന് പറയില്ല. ഇപ്പൊ തന്നെ ചോദിക്കേ. എന്താ ഇവിടെ സംസാരം? അങ്ങോട്ട് മാറി നിന്നെ. ഇതാ 50,000. എന്ത് വേണേലും വാങ്ങിച്ചോ. നിനക്ക് ഈ പണം എവിടെന്നാ കിട്ടിയത്? അതെന്താ അങ്ങനെ ചോദിച്ചേ? നമ്മുടെ വീട്ടിലെ ബ്യൂറോന്ന് എടുത്തോണ്ട് വന്നത്. നിന്റെ ചേട്ടന്റെ കാശ് കൊണ്ടുവന്നതോ അതോ ചേട്ടനോട് ചോദിച്ചു വാങ്ങിയതോ? ഇത് നമ്മുടെ കാശ് തന്നെയാ കാർത്തിക. എല്ലാവർക്കും അവകാശമുള്ളത്. ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ആർക്ക് എന്ത് ആവശ്യമുണ്ടോ അപ്പൊ തന്നെ എടുക്കാം. സമ്പാദിക്കുന്നത് അഭിയല്ലേ, പിന്നെതെങ്ങനെ എല്ലാവരുടെയും കാശാകും? എന്താ ഇളയമ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ വീട്ടിൽ എപ്പോഴെങ്കിലും എന്റെ കാശ് നിന്റെ കാശെന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇനി ആയിക്കൂടാന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു സംസാരം ഈ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവില്ല കാർത്തിക. ഈ വീട്ടിൽ ആര് തന്നെ സമ്പാദിച്ചാലും എല്ലാവർക്കും ചെലവാക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കൊച്ചുമോനെ. നാളെ ഒരു ദിവസം എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാലേ അപ്പൊ 8ന്റെ പണി കിട്ടും. അതുപോട്ടെ, ഗർഭിണിയായിരിക്കുന്ന ഭാര്യയ്ക്ക് നീ സമ്പാദിച്ച കാശിന് വാങ്ങിക്കൊടുക്കാതെ വേറെ ആരുടെങ്കിലും കാശ് കൊണ്ടുവന്ന എങ്ങനെയാടാ? ഇത് ആരുടെയെങ്കിലും കാശൊന്നും അല്ല. ഇത് നമ്മുടെ കാശ്, നമുക്ക് അവകാശമുള്ളത്. ഈ കാശിലെ 1 രൂപയെങ്കിലും നീ സമ്പാദിച്ചതാണോ അഖിൽ? നിന്റെ മനസാക്ഷി തൊട്ട് ചോദിക്ക്, എന്നിട്ട് സത്യം പറ. ഈ 50,000-ല് 1 രൂപയെങ്കിലും നിന്റെ പേര് പറയൂ. പറയുമോനെ, ഇതൊക്കെ അഭി സമ്പാദിച്ച കാശല്ലേ? കാർത്തികയ്ക്ക് വേണ്ടി ഈ കാശ് ചെലവാക്കിയെന്നും പറഞ്ഞു ആബേട്ടൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഇളയമേ? അപ്പോ നിന്റെ ചേട്ടന്റെ ദയയും ദാക്ഷിണ്യത്തിലാണോ നമ്മളിവിടെ ജീവിക്കേണ്ടത് അഖിൽ? കാർത്തിക, നമുക്ക് സ്വന്തമായിട്ടൊരു സമ്പാദ്യമോ ഒരു വ്യക്തിത്വമോ ഇല്ലെന്നാണോ? നീ ഇങ്ങനെ തന്നെ തുടർന്ന എന്തെങ്കിലും ഒരു ദിവസം നിന്റെ ചേട്ടൻ നിന്നെ ചീപ്പായി കാണും. നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല, എനിക്ക് അഭിമാനവും ഉണ്ടാവില്ല. നാളെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഭാവി ജീവിതവും കാണില്ല. നമ്മൾ പാരസൈറ്റ്സിനെ പോലെ ജീവിക്കണം. നീ ആവശ്യമില്ലാതെ ഒരുപാട് ആലോചിക്കലേ കാർത്തിക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എടാ കൊച്ചുമോനെ, സന്ദർഭത്തിനനുസരിച്ച് ജീവിക്കണോടാ. മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലടാ. ഇന്ന് നല്ലവനായി അഭിനയിക്കുന്ന അഭി നാളെ വേറൊരാളായി മാറാം. ഈ കാശ് എന്തിനാ എടുത്തതെന്ന് ഒരു ചോദ്യം ഉണ്ടായേക്കാം. അപ്പൊ എന്ത് മറുപടി പറയും? അവനോട് നീ എന്തുത്തരം പറയും? ആബേട്ടൻ അങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കില്ല ഇളയമേ. അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിയേട്ടൻ ഭാസ്കരേട്ടനെ വഴക്ക് പറഞ്ഞില്ലായിരുന്നോ? ഭാവനേട്ടത്തി എന്തുമാത്രം വിഷമിച്ചു. നാളെ അതേ അവസ്ഥ നിനക്കും എനിക്കും വരില്ലെന്ന് എന്താ ഗ്യാരണ്ടി? നിനക്കത് അറിയില്ല കാർത്തിക. ഞങ്ങള് 3 സഹോദരങ്ങളും ഒരുമിച്ച് വളർന്നവരാ. ഞങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വഴക്കോ ഒന്നും ഉണ്ടാവില്ല. ജീവൻ പോയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയില്ല. നീയായിട്ടിപ്പോ ഞങ്ങളെ അങ്ങനെയൊന്നും കാണരുത്. കാലം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലേ കൊച്ചുമോനെ? സ്വത്തിനു വേണ്ടി സഹോദരങ്ങൾ തമ്മില് പരസ്പരം കത്തിയെടുത്ത് കുത്തുന്ന കാലമായത്. ഇവൾക്ക് അറിയില്ലെന്ന് വെക്കാം. ഇളയമയ്ക്കൊന്നും അറിയില്ല. ഞങ്ങളെ വളർത്തിയത് ഇളയമയല്ലേ, എന്നിട്ട് ഇവിടുത്തെ കാര്യമൊന്നും അറിയില്ല. ഇങ്ങോട്ട് നോക്ക് കാർത്തിക, നിനക്ക് ഈ കാശ് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. അതല്ലാതെ എന്റെ ചേട്ടന്മാരെ സംശയിച്ച് വെറുതെ അപമാനിക്കരുത്.
അല്ല, എനിക്ക് ആൺകുഞ്ഞ് ജനിക്കോ പെൺകുഞ്ഞ് ജനിക്കോ? ഉണ്ണിയുള്ളത് കൊണ്ട് എന്നെ പോലൊരു പെൺകുട്ടി ജനിച്ചാൽ നല്ലതായിരിക്കും. കീർത്തി അനു ഉള്ളത് കൊണ്ട് ഒരു ആൺകുട്ടി പിറന്നാലായിരിക്കും നല്ലത്. പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും നല്ലൊരു പേരിടണം. ഏത് പേരായിരിക്കും നല്ലത്?